നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് വാട്സാപ്പിൽ കണ്ട ഒരു കുറിപ്പ് കേരളം മുടിഞ്ഞ് പണ്ടാരമടങ്ങി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുറിപ്പ്. കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത നിരവധി പേർ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭരിക്കുന്നവരും സമൂഹത്തിലെ പിയർ ഗ്രൂപ്പുമൊക്കെ പൊതുവായി താമസിക്കുന്നത് തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ. തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടുമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ കേരളത്തിൻ്റെ ഒരു വലിയ നാട്ടുമ്പുറമുണ്ട്. പലപ്പോഴും നമ്മുടെ ധനമന്ത്രിയും ബജറ്റുമൊന്നും കൃഷിക്കാരുടെയും നാട്ടുമ്പുറത്തുകാരുടെയും ദുരിതം നോക്കിക്കാണാറില്ല. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. പ്രശ്നങ്ങളുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ കുറിപ്പിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. വർഷങ്ങൾക്ക് മുൻപ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ബിസിനസ്സുകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള പലരുമായും നല്ല ആത്മബന്ധമുണ്ട്. പൊതുവെ ചതിയുടെയും മാഫിയയുടെയും ഒക്കെ ലോകമെന്നാണ് റിയൽ എസ്റ്റേറ്റുകാരെ നമ്മൾ പറയാറുള്ളത്. അത്തരം ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. എങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖല കേരളത്തിൽ ഒരുവിധം നിലനിന്നില്ല എങ്കിൽ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരാകും. വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഭൂമി കൂടുതൽ വികസിപ്പിക്കുമെന്നൊക്കെ ധനമന്ത്രിയുടെ പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഭൂമി കിഫ്ബിയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമെന്നും അവിടെ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ വരുമെന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നേട്ടമെത്തുന്നത് ചുരുക്കം ചിലരുടെ കൈകളിൽ മാത്രം. രാഷ്ട്രീയക്കാരുടെയും ഇടനിലക്കാരുടെയും താൽപ്പര്യങ്ങൾ മാത്രമാണ് മിക്കവാറും ധനമന്ത്രിമാർ സംരക്ഷിക്കുന്നത്. അതുതന്നെയാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലും. തിരുവനന്തപുരത്തു നിന്ന് ചിന്തിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനടുത്തും ടെക്നോ പാർക്കിൻ്റെ പരിസരങ്ങളിലുമൊക്കെ ഇപ്പോൾ ഭൂമിക്ക് വില കൂടുന്നുണ്ട്. നഗരത്തിൽ ഭൂമി ലഭ്യത കുറവായതുകൊണ്ട് ഭൂമി വില കുറയുന്നില്ല. എങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. നാട്ടുംപുറത്തൊരിക്കൽ 70,000-വും 80,000-വും ഒക്കെ സെന്റിന് വാങ്ങിയിരുന്ന ഭൂമിക്ക് ഇപ്പോൾ 20,000-ൽ താഴെ മാത്രമാണ് വില. വലിയ തകർച്ചയാണ് മിക്ക നാട്ടുംപുറത്തും ഭൂമി വിലയുടെ കാര്യത്തിൽ. പലപ്പോഴും ഭൂമി വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഏറെ അനുഭവിക്കുന്നത് പ്രവാസികളാണ്. ഒരു ജീവിതകാലത്ത് മാതാപിതാക്കൾ സമ്പാദിച്ച ഭൂമി മക്കൾക്കായി വീതം വയ്ക്കുന്നു. ഉന്നത ജീവിത നിലവാരം കൊതിച്ച് മിക്കവരും വിദേശങ്ങളിലേക്ക് യാത്ര പോകുന്നു. അവിടെ ഉപരിപഠനവും ജോലിയുമൊക്കെയായി തുടർന്നങ്ങ് കഴിച്ചുകൂട്ടുന്നു. നാട്ടിലുള്ള പലരുടെയും വിചാരം അവിടെ സ്വർഗരാജ്യമെന്നാണ്. എന്നാൽ ജീവിച്ചു പോകാം, അതും സുഖമായി. അതാണ് മിക്കവരുടെയും ഒരു ആശ്വാസം. വിദേശത്തൊരു വീട് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപം നടത്തണമെങ്കിൽ നാട്ടിലെ ഭൂമി നല്ല വിലയ്ക്ക് ആർക്കെങ്കിലും വിൽക്കുകയാണ് മിക്കവരുടെയും സ്വപ്നം. എന്നാൽ ഇപ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ഇത്തരം ഭൂമി നഗരപ്രദേശങ്ങളിലല്ല എങ്കിൽ അവർക്ക് വിൽപ്പനയ്ക്ക് കഴിയുന്നില്ല. നാട്ടുംപുറങ്ങളിൽ ഭൂമി വാങ്ങാൻ ആളില്ല. മിക്ക റബ്ബർ തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളുമൊക്കെ കാട് കയറി നശിച്ച അവസ്ഥയിലാണ്. നാട്ടുപുറത്തുള്ള ചെറിയ വീടുകൾക്ക് ഡിമാൻഡില്ല. പണ്ടൊക്കെ പ്രവാസ സമൂഹത്തിൻ്റെ ഭൂമി സംരക്ഷിച്ചിരുന്നത് അവരുടെ സഹോദരങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കൾ. ഇപ്പോൾ സഹോദരന്മാരും ഉറ്റ ബന്ധുക്കളുമൊക്കെ നല്ല തിരക്കിൽ. അല്ലെങ്കിൽ തന്നെ അവരെയൊക്കെ അങ്ങ് അത്ര വിശ്വസിച്ചേൽപ്പിക്കാമോ? അതുകൊണ്ട് തന്നെ പ്രവാസികളിടയ്ക്ക് അവധിക്കൊന്ന് നാട്ടിൽ വരും. ഒരു പത്രപരസ്യവും പിന്നെ ഓൺലൈനിലൊരു പരസ്യവുമൊക്കെ നൽകി തങ്ങളുടെ ഭൂമി വിൽക്കാൻ സർവത്ര പെടാപ്പാടുപെടും. ഒരു വിലയും കിട്ടുന്നില്ല. പലരും നാട്ടിലെ ഭൂമിയൊക്കെ ഉപേക്ഷിച്ച മട്ടിലാണ്. എന്തെങ്കിലും അവിടെ സംഭവിക്കട്ടെ, കാട് കയറി നശിക്കട്ടെ എന്നാണ് മിക്ക പ്രവാസികളുടെയും ചിന്ത. കാരണം ഇപ്പോൾ ഒരു വിലയും കിട്ടുന്നില്ല. ഒരു നാട് മുടിഞ്ഞ് വെണ്ണീറായതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വസ്തുവില ഇത്രയധികം കൂപ്പുകുത്തി നിൽക്കാൻ കാരണം. തിരുവനന്തപുരത്ത് ലൈഫ് സയൻസ് പാർക്കിൽ സർക്കാർ നിക്ഷേപമിറക്കുന്നു, അതുകൊണ്ട് ലൈഫ് സയൻസ് പാർക്ക് വികസിക്കും, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വില കൂടും എന്നൊക്കെ ധാരണ പരത്തി ചിലർ വസ്തു ഇടപാടുകൾ നടത്തുന്നു. അതൊക്കെ സംഭവം ശരിയായിരിക്കാം. അതുപോലെ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളും. ഇതിനകം തന്നെ രാഷ്ട്രീയ ഇടനിലക്കാരും മറ്റുള്ളവരുമൊക്കെ അത്തരം ഭൂമിയിൽ കണ്ണുവച്ചിട്ടുണ്ടാകും. അവർക്ക് സർക്കാരിൻ്റെ ഫയൽ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. തലസ്ഥാനത്തെ വലിയ വലിയ ബിൽഡർമാർക്കും ഇത്തരം സർക്കാർ സംവിധാനവുമായി ബന്ധമുണ്ട്. അവരൊക്കെ കണ്ണുവെച്ച ഭൂമികൾ അവർ സ്വന്തമാക്കും. അവിടെ കച്ചവടം നടത്താനുള്ള വിരുത് അവർക്കുണ്ട്. ഇതൊക്കെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രം. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ചുരുക്കം ചില ഭാഗത്ത് മാത്രമാണ് ഭൂമിക്ക് വില വർധനവുണ്ടായത്. മറ്റു പല സ്ഥലങ്ങളിലും ഭൂമിയുടെ വില കൂപ്പുകുത്തി നിൽക്കുന്ന അവസ്ഥ. പ്രവാസികൾ പ്രത്യേകിച്ച് വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ ഭൂമി വിൽക്കാവൂ.
കാരണം ഭൂമി വില കുത്തനെ ഇടിയുന്നു എന്ന് പരസ്യമായ പ്രചരണം നടത്തി പലരും ഭൂമി കൈക്കലാക്കാനും ശ്രമിക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഫ്ലാറ്റ് നിർമ്മാണം ചറപറ നടക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് എന്ന് വസ്തു ഉടമകൾ മനസ്സിലാക്കണം. ഫ്ലാറ്റ് നിർമ്മാതാക്കൾ മിക്കവാറും ജോയിൻറ്റ് വെഞ്ചർ എന്ന ഇടപാടിലൂടെയാണ് വസ്തുക്കൾ സ്വന്തമാക്കുന്നത്. ചിലർ 28%, ചിലർ 30%, മറ്റു ചിലർ 40% ഒക്കെ വസ്തു ഉടമകൾക്ക് ഓഫർ കൊടുക്കും. എൻ്റെ സുഹൃത്ത് വസ്തു ജോയിൻറ്റ് വെഞ്ചറിന് കൊടുത്തപ്പോൾ അയാൾക്ക് കിട്ടിയത് 25%, പക്ഷേ എനിക്ക് കിട്ടിയത് 28% എന്നൊക്കെ ചിലർ തട്ടിവിടാറുണ്ട്. ഇതിൻ്റെ ചില മറുവശങ്ങൾ കൂടി നിങ്ങൾ തിരയണം. ജോയിൻറ്റ് വെഞ്ചർ ഇടപാടുകളിൽ വസ്തുവിൻ്റെ വില വലിയൊരു ഫാക്ടർ തന്നെയാണ്. വസ്തുവില കൂടുതലുള്ള ഭാഗങ്ങളിൽ ജോയിൻറ്റ് വെഞ്ചർ ഇടപാടുകളിൽ വസ്തു ഉടമയ്ക്ക് കൂടുതൽ ഷെയർ പ്രപ്പോർഷൻ നൽകണം. എന്നാൽ പലപ്പോഴും അതൊക്കെ ലംഘിക്കപ്പെടുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രൈം സ്പോട്ടിലാണ് വസ്തുവെങ്കിൽ വസ്തു ഉടമയ്ക്ക് 40% മുതൽ 45% വരെ ജോയിൻറ്റ് വെഞ്ചർ ഇടപാടിലൂടെ അദ്ദേഹത്തിനുള്ള ഷെയർ ലഭിക്കും. മിക്കവാറും വസ്തു ഉടമകൾ അതൊക്കെ നഷ്ടപ്പെടുത്തി 25-നും 28-നും ഇടയിലൊക്കെ തങ്ങളുടെ ഇടപാടുകൾ പൂർത്തിയാക്കും. വളരെ വിശ്വസിക്കാവുന്ന ആളുകളുമായി ഇത്തരം കാര്യങ്ങൾ ആശയവിനിമയം നടത്തി മാത്രമേ ഭൂവുടമകൾ ഇത്തരം നീക്കങ്ങളിലേക്ക് കടക്കാവൂ. ആർക്കെങ്കിലും ഇത്തിരി ഭൂമിയുണ്ടെങ്കിൽ അതിൻ്റെ മേൽ കുതിര കയറാനാണ് സർക്കാരിനൊക്കെ ഏറ്റവും പൂതി. അതുകൊണ്ട് തന്നെ പരമാവധി നികുതി ഏർപ്പെടുത്തും. വസ്തു ഇടപാടുകൾക്ക് ഇപ്പോൾ താങ്ങാൻ കഴിയുന്നതിൽ പരം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ കോസ്റ്റുമൊക്കെയാണ്. ഇതൊക്കെ കഴിയുമ്പോൾ വസ്തു ഉടമയുടെ കയ്യിൽ ഒന്നും ലഭിക്കില്ല. ഒരു വസ്തു വിൽക്കാമെന്ന് വെച്ചാൽ എഴുതിയെടുക്കുന്നയാൾ വലിയ തോതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകണം, രജിസ്ട്രേഷൻ ഫീസ് നൽകണം. ഉടമയ്ക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് മിക്കവാറും ബ്രോക്കർമാർക്ക് കമ്മീഷനും കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ് നികുതി മുടക്കി അവർ മറ്റൊരു വസ്തുവിൽ വീണ്ടും നിക്ഷേപമിറക്കുമ്പോൾ എത്രമാത്രം തളർന്നു പോകും എന്ന് സർക്കാരുകൾ മനസ്സിലാക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങൾ പണിയെടുത്താണ് ഇത്തരം ആസ്തികൾ മിക്കവരും ആർജിച്ചെടുക്കുന്നത്. മുൻപൊക്കെ വസ്തുവിനും ആസ്തികൾക്കുമൊക്കെ വലിയ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ജീവന് പോലും വിലയില്ലാത്ത കേരളത്തിൽ എന്ത് വസ്തു, എന്ത് ആസ്തി, അതാണ് മിക്കവരുടെയും ചിന്ത. ഇപ്പോഴിതാ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നു, ഭൂമി വിലയിലുണ്ടായ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കുമെന്ന്. ഇനി എങ്ങോട്ടേക്ക് പരിഷ്കരിക്കാനാണ് ഞങ്ങളുടെ ധനമന്ത്രി? നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി വെച്ച ഭൂമി ഇടപാടുകൾ വീണ്ടും ഇതാ പരിഷ്കരിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണോ? നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ ജീവിക്കുന്ന വലിയ തമ്പുരാക്കന്മാരുടെ ചുറ്റുമുള്ള ഭൂമിയുടെ കാര്യമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നാട്ടുമ്പുറത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ ചെറുകിട നാമമാത്ര ഭൂമികൾ. അവർ ഇന്ന് അനുഭവിക്കുന്ന ദുഷ്കരമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ. ഓരോ വസ്തുവിൻ്റെയും ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി പുനർനിർണ്ണയിക്കുമെന്നാണ് ബഡ്ജറ്റിൽ പറയുന്നത്. ഇനി അതിനേക്കാൾ വലിയൊരു വിശേഷം ഈ ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ ഫ്ലാറ്റുകൾ നിൽക്കുന്ന ഭൂമിയുടെ വിഭജിക്കപ്പെടാത്ത അവകാശത്തിന് ഉടമസ്ഥതയുടെ അവകാശത്തിൽ വ്യക്തിഗതമായി ഭൂനികുതി നിരക്കുകൾ ഏർപ്പെടുത്തുമെന്ന്. ചുരുക്കത്തിൽ ഫ്ലാറ്റ് പോലും വാങ്ങാൻ ആളില്ലാത്താകുന്ന ഒരവസ്ഥ അത് കേരളത്തിൽ സംജാതമാകുമെന്ന് വ്യക്തം. മിക്ക നഗരങ്ങളിലും ഫ്ലാറ്റുകൾക്കൊക്കെ തീപിടിച്ച വിലയാണ്. വസ്തു ഇടപാടുകൾ പണ്ട് നടത്തിയാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കുറച്ച് അധിക പണം ലഭിക്കും, പിന്നീട് മറിച്ച് വിൽപ്പനയിലൂടെ. എന്നാൽ ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടിയാൽ ഇത്തരം അധിക വിലയൊന്നും മിക്കവാറും ലഭിക്കില്ല. മിക്കവരുടെയും കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് GST അടക്കമുള്ള നികുതികൾ അടയ്ക്കണം. പിന്നീട് കോമൺ ഏരിയ, പാർക്കിംഗ് തുടങ്ങി നിരവധി നൂലാമാലകളുണ്ട്. ഇതിനെല്ലാം പുറമെ മാസാമാസം ഒരു യൂസർ ഫീയും ഫ്ലാറ്റ് ഉടമകൾ കൊടുക്കേണ്ടതുണ്ട് അസോസിയേഷന്. വാസ്തവത്തിൽ ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ആകർഷകമാണെങ്കിലും അതൊന്ന് വാങ്ങിക്കഴിയുമ്പോഴാണ് പലപ്പോഴും ദുരിതമറിയുന്നത്. 2010 സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില അവസാനമായി പരിഷ്കരിച്ചത് എന്ന് ധനകാര്യമന്ത്രി ബജറ്റിൽ പറഞ്ഞു. എന്നാൽ 2010 ശേഷം ഏത് ഭൂമിക്ക് എവിടെയാണ് വില വർദ്ധിച്ചത് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കണം. മന്ത്രി താമസിക്കുന്ന തിരുവനന്തപുരത്തും ഒരുപക്ഷെ വിഴിഞ്ഞത്തിന് ചുറ്റുവട്ടവും ഒരുപക്ഷെ ലൈഫ് സയൻസ് പാർക്കിനും ടെക്നോ പാർക്കിനുമൊക്കെ പരിസരങ്ങളിലും ഭൂമിക്ക് വില വർധനവുണ്ടായി കാണും. അതല്ലാത്ത കേരളത്തിലെ ചില നഗരങ്ങളിലൊക്കെ ഭൂമി വില വർധനവുണ്ടായി. ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റുകളോ പദ്ധതികളോ വരുന്ന ഭൂമിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലല്ലാതെ എവിടെയാണ് കേരളത്തിൽ വില വർധനവുണ്ടായത്? ഇതേക്കുറിച്ച് നേരാംവണ്ണം ശരിയായ നിലയിൽ സർക്കാർ ഒരു പഠനം നടത്തണം. മൂല്യനിർണ്ണയ സാക്ഷ്യപത്രങ്ങളിൽ കെട്ടിടത്തിൻ്റെ വില കുറച്ച് കാണിച്ചുണ്ടാകുന്ന നികുതി ചോർച്ച തടയുമെന്നൊക്കെ ബജറ്റിൽ പറയുന്നുണ്ട്.
എന്തായാലും വസ്തു ഉടമകളെയും ഫ്ലാറ്റ് ഉടമകളെയും വട്ടം പിടിക്കാനാണ് ഈ ധനമന്ത്രിയുടെ നീക്കം. 500 ചതുരശ്ര അടിയിൽ കുറഞ്ഞ വിസ്തീർണമുള്ള പാർപ്പിട ഉദ്ദേശമുള്ള കെട്ടിടങ്ങൾ, ഓല, റൂഫിംഗ് ഷീറ്റ് എന്നിവ കൊണ്ട് മേൽക്കൂര മേഞ്ഞ ഒറ്റനില കെട്ടിടങ്ങൾ എന്നിവയെ ഈ മൂല്യനിർണ്ണയ സാക്ഷ്യപത്രത്തിൽ നിന്നുമൊക്കെ ഒഴിവാക്കുമെന്ന് മന്ത്രി പറയുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൽ എത്ര വീടുകളുണ്ട് ഓല മേഞ്ഞതും ഷീറ്റ് മേഞ്ഞതുമൊക്കെ? അത്യാവശ്യം 500 സ്ക്വയർ ഫീറ്റെങ്കിലും ഇല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് എങ്ങനെ ജീവിക്കാൻ കഴിയും? യാഥാർത്ഥ്യബോധം കുറച്ചുകൂടി വിശാലമാക്കണം ഈ സർക്കാർ. ബാങ്കുകൾ ഭൂമി പണയപ്പെടുത്തി വായ്പകൾ നൽകുന്നു. ഇത്തരം ഭൂമി പണയപ്പെടുത്തലുകൾ ബാങ്കുകൾക്ക് പരിശോധനയ്ക്ക് ലഭ്യമാകാത്ത വിധത്തിൽ റവന്യൂ രേഖകളിൽ ഉൾപ്പെടുത്തുന്നത് ഇടപാടുകളിൽ സുതാര്യത വരുത്തുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. മോർട്ട്ഗേജ് ഇലക്ട്രോണിക്കായി റിക്കോർഡ് ചെയ്യുന്നതിനായി റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. മോർട്ട്ഗേജ് രേഖപ്പെടുത്താൻ 1000 രൂപയും ഒഴിവാക്കുന്നതിന് 300 രൂപയും ഇനി ചുമത്തും. ചുരുക്കത്തിൽ കടമെടുക്കാൻ ബാങ്കിലൊന്ന് ചെന്ന് രേഖകൾ സർക്കാരിൽ നിന്ന് വാങ്ങുമ്പോൾ 1300 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിടിച്ചുപറിക്കും ഒരതിരുണ്ടോ? ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് വായിച്ച ആ വാട്സാപ്പ് കുറിപ്പ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു നീണ്ട യാത്രയിൽ കൂടെയുണ്ടായിരുന്ന പ്രവാസിയായ വ്യക്തി വഴിയോര കാഴ്ച കണ്ടിട്ട് എന്നോട് പറഞ്ഞു, കേരളത്തിൽ എക്കണോമി ഇത്രയും തകർന്ന തരിപ്പണമാണ് നീ പറയുമ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോധ്യമായി. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്താ ബോധ്യമാകാനുണ്ടായ സാഹചര്യം? പുള്ളിയുടെ വീട് പത്തനംതിട്ടയിലെ ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോൾ വിദേശത്താണ്. നാട്ടിലുള്ള അച്ഛന് വേണ്ടി ഇടയ്ക്ക് വരും. അച്ഛന് സഹായിയായി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ നേരത്തെ മരിച്ചിരുന്നു. ഏക പെങ്ങളും അളിയനും അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു. അവരും 2-3 കൊല്ലം കൂടുമ്പോൾ ഒരാഴ്ച വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും. അച്ഛൻ്റെ കാര്യത്തിൽ മകൻ വളരെ സ്നേഹത്തോടെ കരുതലോടെയായിരുന്നു. അച്ഛൻ പുള്ളിയുടെ കൂടെ വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് പുള്ളി നിരാശനായിരുന്നു. ആകെ ചെയ്യാൻ കഴിയുന്നത് ഇടയ്ക്ക് വന്നുപോക്ക് 6 മാസത്തിലൊരിക്കൽ ചെയ്യും. സഹായി വഴി കാര്യങ്ങൾ മാനേജ് ചെയ്യും. പുള്ളിയുടെ അച്ഛൻ്റെ പേരിൽ 5 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു. റബ്ബറായിരുന്നു. അത് റീപ്ലാന്റ് ചെയ്യാത്തത് മൂലം വെട്ടുന്നത് ആദായകരമല്ല. എങ്കിലും ആരോ കോൺട്രാക്റ്റ് പിടിച്ച് തുച്ഛമായ തുക കൊടുത്തു. യാത്രയിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഏതായാലും കേരളത്തിലേക്ക് വരില്ലല്ലോ, അപ്പോൾ ഇനി ആ വീടും പറമ്പും വിൽക്കൂ. അപ്പോൾ അവൻ പറഞ്ഞത്, കേരളം അധികം ദൂരമല്ലാത്ത ഭാവിയിൽ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അവൻ പറഞ്ഞു, പത്രത്തിൽ 3 തവണ പരസ്യം കൊടുത്തു, ലോക്കൽ ബ്രോക്കേഴ്സിനെയൊക്കെ ഏൽപ്പിച്ചു, പക്ഷേ ആർക്കും ഭൂമി വേണ്ട. ഞാൻ ചോദിച്ചു, ആർക്കും വേണ്ടാതെ വരില്ല, നീ വില കൂടുതൽ ചോദിച്ചത് കൊണ്ടാണ്. അവൻ പറഞ്ഞു, സെൻറ്റിന് 1.5 ലക്ഷം വെച്ച് 2 കൊല്ലം മുൻപ് അവൻ്റെ തന്നെ 12 സെൻറ്റ് വിറ്റതുകൊണ്ട് അത്രയും കിട്ടിയില്ലെങ്കിലും 1.25 ലക്ഷം ചോദിച്ചു. പിന്നെ കച്ചവടം നടക്കാൻ ഒന്നാക്കി 80,000 ആക്കി. ഇപ്പോൾ 60,000 ആക്കിയിട്ടും ആരും അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നീയത് കഷ്ണങ്ങളാക്കി തട്ട്. അതും അവൻ ശ്രമിച്ചു. പാർട്ണറായി ഒരാളെ വച്ച് ഡ്രോയിങ് ഉണ്ടാക്കി ഇൻറ്റേർണൽ റോഡ് എല്ലാം വെച്ച് ബ്രോഷർ ഉണ്ടാക്കി പരസ്യം ചെയ്തു. ആകെ താല്പര്യം കാണിച്ചത് 3 പേർ. അതും വില 80,000 എന്ന് കേട്ടപ്പോൾ ഓടി. അതിൻ്റെ കണക്കിൽ പ്ലോട്ടാക്കി മാറ്റിയാൽ 30% ഭൂമി ഫ്രീ ആയി കൊടുക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥ വില 50,000-ന് താഴെ. വിൽക്കാൻ കഴിയാത്ത പ്ലോട്ട് കയ്യിലുമിരിക്കും. ഇങ്ങനെ യാത്രയിൽ ഞാനും അവനും കുറേ ഓപ്ഷൻ സംസാരിച്ച് പോകുന്ന വഴിയിൽ ഇതുപോലെ കുറേ ഭൂമി പാഴായി കിടക്കുന്നു. പ്രേതഭവനങ്ങൾ. ഭക്ഷണം കഴിക്കാൻ ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിൽ നല്ലൊരു ഹോട്ടൽ പോലുമില്ല. കഴിക്കേണ്ട മരുന്നെടുക്കാൻ മറന്നുപോയ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോർ തപ്പി മടുത്തു. ഇടയ്ക്ക് വഴിതെറ്റിയെന്ന് സംശയം തോന്നിയപ്പോൾ ആരോടെങ്കിലും ചോദിക്കാമെന്ന് നോക്കിയപ്പോൾ റോഡിൽ ആരെയും കാണുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള പ്രദേശങ്ങളിലൊന്നായ പത്തനംതിട്ടയിലെ മാത്രം കാര്യമല്ല. പാലാ കടുത്തുരുത്തി റോഡിലും ഇതേപോലെ ഭൂമികൾ കണ്ടിരുന്നു. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ നീണ്ടൂർ കല്ലറയിൽ എല്ലാം കുറച്ച് കടകളുള്ള ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ പോയാൽ മനുഷ്യവാസമില്ലാത്ത വീടുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. 10 കൊല്ലം മുൻപ് നടന്ന ഭൂമി കച്ചവടത്തിലെ വിലയോർത്ത് സ്വന്തം ആസ്തി അത്രയുമുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന പ്രവാസികൾ. വിൽക്കാൻ നോക്കിയാൽ പകുതി വിലയ്ക്ക് പോലും ആർക്കും വേണ്ട എന്ന സത്യം ആർക്കും അറിയില്ല. ഭൂമിയുടെ മതിപ്പ് വിലയായി സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് പോലും ആർക്കും ഭൂമി വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിസന്ധി. പ്രവാസികൾ അയച്ചു തരുന്ന കാശിന് കൃഷിഭൂമി എടുത്ത് കൊമേഴ്ഷ്യൽ ഭൂമിയാക്കി മത്സരിച്ച് വില കൂട്ടി അവസാനം നെഗറ്റീവ് ഈൽഡുള്ള ആസ്തിയാക്കി. യാതൊരു ലോജിക്കുമില്ലാത്ത വില മൂലം കൃഷിയും കച്ചവടവും എല്ലാം ഹൈ ഇൻപുട്ട് കോസ്റ്റുള്ള അവസ്ഥ. വൻകിട പ്രോജക്റ്റ് വരാത്തതിൻ്റെ മൂലകാരണങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെ ഭൂമിക്ക് മുടക്കുന്ന കാശിന് മറ്റു സംസ്ഥാനങ്ങളിൽ കെട്ടിടവും പ്ലാന്റും എല്ലാം തീരും. കൃത്രിമ വില അടിസ്ഥാനത്തിൽ ലോൺ കൊടുത്ത സഹകരണ ബാങ്കുകളിൽ കിട്ടാക്കടം എത്രയെന്ന് ആർക്കും അറിയില്ല. ഈടായുള്ള ഭൂമി വിറ്റാൽ ലോൺ തുകയുടെ പാതി പോലും കിട്ടില്ല. ഏത് വിലയാണെങ്കിലും ആരെങ്കിലും വാങ്ങാൻ വേണ്ടേ?
ഇതാണ് സത്യസന്ധമായ ഈ കഥയുടെ ബാക്കിപത്രം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.